ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. സൗദി അറേബ്യയുടെ ആക്രമണം, പ്രത്യേകിച്ച് ഇറാൻ്റെ അലൈസ് അഥവാ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ഇറാഖിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന PMF എന്ന് പറഞ്ഞ ആ പ്രോക്സി സംഘടനകൾക്കെതിരെ സൗദി അറേബ്യ നടത്തിയ അറ്റാക്ക് ശരിക്കും ഒരു റീജിയണൽ കോൺഫ്ലിക്റ്റിലേക്ക് ഡോർ ഓപ്പൺ ചെയ്യുന്നതായിട്ടാണ് പല മിഡിൽ ഈസ്റ്റ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതൊരു പരിധിവരെ അങ്ങനെ തന്നെയാണ്, അത് നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇറാനുമുണ്ട്, സൗദി അറേബ്യയ്ക്കുമുണ്ട്. ഈ രണ്ട് രാജ്യങ്ങൾക്കും അറിയാം ഈ ഒരു മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് എസ്കലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏതുവരെ പോവും, എന്തായിരിക്കും അതിൻ്റെ ഭവിഷ്യത്ത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രണ്ട് രാജ്യങ്ങളും ഒരു ചെറിയ ഡിസ്റ്റൻസ് എടുത്ത്, ഒരു ഗ്യാപ്പ് എടുത്ത് കുറച്ച് റിലാക്സ് ആയിട്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്. ഇതൊരു പരിധിവരെ ഇത്തരത്തിൽ ഒരു മോഡറേറ്റ് ആയിട്ട് തന്നെ ഇത് തീർക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ പെടാപ്പാട് പെടേണ്ടി വരും എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ അടി കൂടണമെന്ന് വിചാരിക്കുന്ന മൂന്നാമതൊരു കക്ഷിയുണ്ട്. ആ കക്ഷി ശരിക്കും ഇറാനുമായിട്ട് 301 കിലോമീറ്റർ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. ആ 301 കിലോമീറ്ററും ഫെൻസിങ് ഇട്ട് മറച്ചിരിക്കുകയാണ്. കാരണം റെഫ്യൂജികൾ അങ്ങോട്ട് പോകുന്നത് തടയാൻ വേണ്ടിയിട്ട്. അത് വേറെ ആരുമല്ല, തുർക്കിയുടെ പ്രസിഡന്റ് തയ്യബ് എർദോഗനാണ്. തയ്യബ് എർദോഗൻ ഇപ്പോൾ വളരെ ഹാപ്പിയാണ്. അതായത് ഇറാനും സൗദിയും അടിക്കട്ടെ, രണ്ടുപേരും കൂടെ അടിക്കട്ടെ, അപ്പോൾ എങ്ങനെയെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു ഗ്ലോബൽ നേതാവായിട്ട് തുർക്കിക്ക് മുന്നോട്ട് വരാം. ഇത്തരത്തിലുള്ള ഒപ്പീനിയൻസ് ഒക്കെ തയ്യബ് എർദോഗൻ തുർക്കിക്കുള്ളിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. പെൻറ്റഗന്റെ മുൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത് ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഇറാൻ്റെ യുദ്ധം കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് മുന്നോട്ട് പോകാനാണ്. അതായത് വിഡ്രോ ചെയ്യുന്നതിലും ഉപരി കൂടുതൽ എക്സ്പാൻഷനിലോട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ട്രംപ് വിഡ്രോ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അതേസമയം യുദ്ധം എക്സ്പാൻഡ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം വളരെ കൂടുതലാണെന്നുള്ള വിലയിരുത്തലാണ് വന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ത്രൂ ഔട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ട്രംപ് തന്നെ വിചാരിച്ചാൽ പോലും ഇറാൻ യുദ്ധത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം അത്തരത്തിലാണ് പ്രഷർ. നെതന്യാഹുവും ട്രംപും തമ്മിൽ നടത്തിയ ചർച്ചയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിന്റ്സ് ആണ് അവർ പറഞ്ഞു വെച്ചത്. അത് വേറൊന്നുമല്ല, ശരിക്കും ഇറാനുമായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഒരു എഗ്രിമെൻറ്റിൽ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും, അത് നമ്പർ 1 ഫാക്റ്റ്. പക്ഷേ അതിന് ഞങ്ങൾ 2-3 പോയിന്റുകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അതിലൊന്നും ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇറാൻ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് നിർത്തണം എന്ന് പറഞ്ഞാൽ നിർത്തണം എന്ന് തന്നെയാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ നിലപാട്. അതേ നിലപാട് തന്നെയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഏറ്റുപറഞ്ഞത്. തെഹ്റാനുമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ എത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ പോസിബിൾ പാത്ത് വൈസും ഞങ്ങൾ അന്വേഷിക്കും, അതെല്ലാം തന്നെ ഞങ്ങൾ പരിഗണിക്കും. പിന്നെ ലാസ്റ്റ് മിനിറ്റിലായിരിക്കും ആക്രമണം എന്നുള്ളൊരു ഓപ്ഷൻ. ഇപ്പം ഞങ്ങൾ ആക്രമണം നടത്തുന്നു എങ്കിൽ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ചർച്ചകളും പരാജയപ്പെട്ട അവസ്ഥയിലാണ് വീണ്ടും അമേരിക്ക ആക്രമണം നടത്തുന്നത് എന്ന് പറഞ്ഞു വെക്കാനാണ് ട്രംപ് അവിടെ ശ്രമിച്ചത്. ഇനി നമ്മൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട 2-3 വിഷയങ്ങൾ നോക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട 2-3 ഡെവലപ്മെൻറ്റുകളാണ്. പ്രത്യേകിച്ച് പ്രൈവറ്റ് സ്പേസ് സെക്ടർ അതിപ്പോൾ കൂടുതൽ ശക്തിപ്പെടുകയാണെന്ന് പറഞ്ഞാൽ ചെറിയ തോതിലല്ല, ശരിക്കും ഇൻവെസ്റ്റ്മെൻറ്റുകൾ, നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ റിസീവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയുടെ പ്രൈവറ്റ് സ്പേസ് ഏജൻസി കമ്പനികൾ. 2026 മാത്രം സോഫാർ 187 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മളുടെ പ്രൈവറ്റ് സ്പേസ് ഏജൻസികൾ സ്വീകരിച്ചിരിക്കുന്നത്. 187 മില്യൺ. അത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി എന്നുള്ള നിലയിൽ ശരിക്കും ഹ്യൂജ് എമൗണ്ട് തന്നെയാണ്. കാരണം നമ്മൾ ഇന്ത്യയുടെ സ്പേസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രൈവറ്റ് സോൺ ഓപ്പൺ ചെയ്തിട്ട് വളരെ ചുരുങ്ങിയ കാലയളവ് മാത്രമേ ആയിട്ടുള്ളൂ. ആ ചുരുങ്ങിയ കാലയളവിൽ പ്രത്യേകിച്ച് സ്പേസ് റിസർച്ച് മേഖലയിൽ ഇന്ത്യയുടെ ആ ഒരു വിശ്വസ്തത അത് വളരെ വലുതാണ് എന്നുള്ളതാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. 2020 നമ്മൾ പ്രൈവറ്റ് സ്പേസ് ഏജൻസി ഇൻഡസ്ട്രി തന്നെ ഓപ്പൺ ചെയ്യുന്നത്. 2026 എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു കാലയളവാണ്. ഈ ചുരുങ്ങിയ കാലയളവിലാണ് ഇത്തരത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് കമ്പനികൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്വീകരിച്ച് തുടങ്ങിയിരിക്കുന്നത്. അതേസമയം ISROയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാജയ വാർത്ത കൂടി പറയേണ്ടതുണ്ട്. ഇന്ത്യയുടെ നാവിക് സിസ്റ്റം അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ആകുന്നില്ല. അത് സ്റ്റാൻഡ് അലോൺ മെത്തേഡിൽ നിന്നുകൊണ്ടുള്ള ഒരു നാവിക് സിസ്റ്റം നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല. അതായത് ഒരു GPS പോലെയോ അല്ലാന്നുണ്ടെങ്കിൽ ആ മാതൃകയിലുള്ള പല പ്രൈവറ്റ് ഏജൻസി കമ്പനികളെ പോലെ നമുക്ക് ശരിക്കും GPS സംവിധാനം, നമ്മളുടെ നാവിക് സിസ്റ്റം കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല. അതൊരു പരാജയം തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മൾ ശക്തമായ രീതിയിൽ തിരിച്ചു വരും. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റ് വർക്കുകൾ നടക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട സാറ്റലൈറ്റുകൾ ലിഫ്റ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും വൈകാതെ തന്നെ നമ്മളതിനെ ഓപ്പറേഷണൽ മെത്തേഡിലേക്ക് കൊണ്ടുവരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ശക്തമായ രീതിയിൽ അടിയുറച്ച് ISROയുടെ മേലിൽ നമ്മളുടെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യ ഡീപ്പ് വാട്ടർ ഓയിൽ എക്സ്പ്ലോറേഷൻ
നടത്താൻ വേണ്ടിയിട്ട് 80,000 കോടി മുതൽ മുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ഫണ്ട് നീക്കി വെച്ചിരിക്കുന്നത്. ശരിക്കും ഡീപ്പ് വാട്ടർ ഓയിൽ എക്സ്പ്ലോറേഷൻ എന്നാണ് ഈ പ്രോജക്റ്റ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിലേക്കാണ് ഈ ഒരു 80,000 കോടി പ്രാഥമികമായിട്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ മാരിടൈം അതോറിറ്റി ഒരു വാർണിംഗ് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. കടൽ കൊള്ളക്കാരെ ഭയക്കണം. വീണ്ടും കടൽ കൊള്ളക്കാർ രംഗത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ ബാബൽ മന്ദേബ് റീജിയനിൽ സൊമാലിയ കടൽ കൊള്ളക്കാർ ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ സൊമാലിയക്കാർ മാത്രമല്ല യമനികളും ഇറങ്ങുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊരു കോമൺ ആയിട്ടുള്ളൊരു ഭീഷണിയായിട്ട് മാറിയിരിക്കുകയാണ് ഈ കടൽ കൊള്ള, പൈറസീസ്. അതുമായിട്ട് ബന്ധപ്പെട്ട മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ മാരിടൈം സെക്യൂരിറ്റീസ്, അതേപോലെ തന്നെ നമ്മളുടെ ചരക്ക് ഗതാഗതം. അപ്പോൾ അങ്ങനെ ഇന്ത്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ കപ്പലുകൾക്കും സെയിലേഴ്സിനും എല്ലാം തന്നെ നമ്മൾ ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാസീവ് പ്രൊട്ടസ്റ്റ് ഇൻ റാവൽകോട്ട്. റാവൽകോട്ട് എന്ന് പറയുന്നത് POKയിലാണ്. ശരിക്കും POK മേഖലയിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ്റെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് അവരുടെ തോക്കുമെടുത്ത് കടന്നു കയറി വെടിവെച്ചതിൽ 20 POK സിവിലിയൻസ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധവും അമർഷവും ഉണ്ട് ഈ ജനങ്ങൾക്ക്, POK ജനങ്ങൾക്ക്. അപ്പോൾ അവരാണ് തികച്ചും ഈ റാവൽകോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് കൃത്യമായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. हमारे बहुत सारे भाई जख्मी हो चुके, अल्लाह की जात हमारे भाइयों की हिफाजत करे। ने हमारे बेशुमार भाइयों को शहीद कर दिया है, जख्मी कर दिया है। ये यहूदियों से भी पहली नस्ल है। इन जालिमों को शर्म नहीं आती। इस रोड पे जहाँ गोलियां मार रहे हैं हमारे भाइयों को, क्या तमाशा है ये? आप हमारे पैसों पर बोलते हैं, ये गोलियां हमारे टैक्स के पैसे हमें मार रहे हो। जालिमों, जहाँ तुम्हारे दिया खबर पे तो बोल रहे नगर में हमारे ऊपर ये क्या करो? इंटरनेशनल मीडिया, कोई सारी दुनिया, ह्यूमन राइट ऑर्गेनाइजेशन, कहाँ मर गए आप सरकार? कहाँ मर गए? कहाँ मर गए? आ जाए, आ जाए, കണ്ടിന്യൂസ് ആയിട്ട് ഏതാണ്ട് 1.5 മാസമായി ഈ POKയുമായിട്ട് ബന്ധപ്പെട്ട ഈ സമരം സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇത് തീർച്ചയായിട്ടും ഒരു സെപ്പറേറ്റ് ഓട്ടോണമസ് സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ POK, അതായത് POJK മാറാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ എന്നാൽ റാവൽകോട്ടിൽ ശക്തമായ പ്രകടനം നടക്കുകയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെതിരെയാണ് ഈ പ്രകടനം നടക്കുന്നത്. ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഇമേജാണ് US-ൻ്റെ കുവൈറ്റിലുള്ള അൽസലീം എയർബേസ്. ഈ അൽസലീം എയർബേസിൽ നമുക്കൊന്നും തന്നെ അവിടെ ഡാമേജ് ആയതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ അൽസലീം എയർബേസിൽ ഡ്രോൺ ഹങ്കേഴ്സും അതേപോലെ തന്നെ ഫ്യൂവൽ ഡെപ്പോ, അതായത് ഫ്യൂവൽ സ്റ്റോറേജ് യൂണിറ്റും ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടെന്ന് ഇറാൻ ക്ലെയിം ചെയ്യുന്നുണ്ട്. പക്ഷേ കൊടുത്തിരിക്കുന്ന ഇമേജിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള എവിഡൻസും കണ്ടെത്താൻ കഴിയുന്നില്ല. അതും ഒരു യാഥാർത്ഥ്യമാണ്. വെനിസ്വലയും ഇറാനും തമ്മിലൊരു പ്രശ്നം വേറെ ഒന്നുമല്ല. ഈ വെനിസ്വല ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതായിട്ടാണ് പൊതുവിൽ ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ശരിക്കും വെനിസ്വലയെക്കുറിച്ച് ഇറാൻ്റെ ഫോറിൻ മിനിസ്ട്രിയുടെ ഭാഗത്തുനിന്ന് ഒരു പരാമർശം എന്താണെന്ന് പറഞ്ഞാൽ, ഇറാൻ വെനിസ്വലയല്ല, അമേരിക്ക പറയുന്നത് പോലെ ആടാനും തുള്ളാനുമുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന വെനിസ്വലയെ പോലത്തെ രാജ്യമല്ല ഇറാൻ എന്നുള്ള രീതിയിൽ പരാമർശിച്ചതുകൊണ്ട് തന്നെ അവിടെ വെനിസ്വലയെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വെനിസ്വലയുടെ പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അവരിതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇറാനിയൻ എൻവോയിനെ വിളിച്ചു വരുത്തിയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് വെനിസ്വല ഇതേപോലെ തന്നെ ഈ വിഷയത്തിൽ ഇറാനുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അതായത് ഇറാനിയൻ എൻവോയ് ഇൻഅപ്രോപ്രിയേറ്റ് റിമാർക്സ് അബൌട്ട് വെനിസ്വല. ഇൻഅപ്രോപ്രിയേറ്റ് റിമാർക്സ് ഒക്കെ പുള്ളി പറഞ്ഞു, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വെനിസ്വലയ്ക്ക് ഇപ്പം നിലവിൽ ഏതാണ്ട് 15 ബില്യൺ വർത്തുള്ള ട്രേഡ് അവർ നടത്തി കഴിഞ്ഞു. അത് എണ്ണ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അമേരിക്കയിലോട്ട്. പക്ഷേ ഇപ്പം നിലവിൽ മില്യൺ കണക്കിന് പൈസ പോലും വെനിസ്വലയ്ക്ക് അമേരിക്ക ഇതുവരെ കൊടുത്തിട്ടില്ല. കാരണം വെനിസ്വലയിൽ നിന്ന് വിൽക്കുന്ന എണ്ണയുടെ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് പോയി ചേരുന്നത് US-ൻ്റെ ട്രഷറിയിലാണ്.
US ആ പണം വെനിസ്വലയ്ക്ക് കൊടുക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇറാൻ കൃത്യമായിട്ട് വെനിസ്വലയ്ക്കെതിരെ പരാമർശം ഉന്നയിച്ചത്. പക്ഷേ ഇവിടെ വെനിസ്വലയല്ല ഇറാൻ, അത്ര എളുപ്പമല്ല കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.